നാളെ ഒരിടത്ത് ഡാൻഡി ഉണ്ട്. എവിടെയാണെന്നുള്ളത് സീക്രട്ടാ, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഡാൻഡിക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ലെഹങ്ക ഒന്നുമില്ല. അപ്പം എന്നാൽ പോയി ഇന്ന് ലെഹങ്കയുടെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ കീറിയ പാൻറ്റും ഈ മിക്കി മൗസ് ബനിയനും ഇട്ടുകൊണ്ട് ഞാൻ ഷോപ്പിങ്ങിന് പോവുകയാണ് ഗായ്സ്. അമ്മായി ഉണ്ട്, അമ്മായിനെയും കൂട്ടിയിട്ട് വേണം പോവാൻ. അമ്പാനി മാമൻ്റെ മോൻ ആനന്ദേട്ടൻ്റെ കല്യാണത്തിന് വന്ന കാർദാഷിയൻ ചേച്ചിമാർ പോലും ടുക് വണ്ടിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ, ഞാനും എടുത്തൊരു ഫോട്ടോ. ഡ്രൈവർ അണ്ണൻ ഇച്ചിരി കലിപ്പിലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ തിരക്കേറിയ ട്രാഫിക്കിൽ നിന്നും ചേട്ടൻ്റെ ചടുലതയാർന്ന ഡ്രൈവിംഗ് സ്കിൽസിലൂടെ എന്നെ സേഫായിട്ട് അമ്മയുടെ അടുത്ത് എത്തിച്ചു കേട്ടോ. ഞങ്ങൾ പവായിലുള്ള ഗാലറിയിലേക്കാണ് പോയത്. അപ്പോൾ ഈ നവരാത്രി ആയതുകൊണ്ട് കുറേ പുതിയ കളക്ഷനുകളുണ്ട് കേട്ടോ. മാലയും വളയും കമ്മലും അരപ്പട്ടയും പിന്നെ ഡ്രസ്സും ഭയങ്കര കളർഫുൾ. പിന്നെ എനിക്ക് ഈ ഷോപ്പിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കണ്ട കടയിൽ തന്നെ കയറി ആ ലെഹങ്ക അങ്ങ് വാങ്ങി. പിന്നെ ഒരു ഷൂവും വാങ്ങിയിട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്ക് എന്തോ ആവശ്യം വന്ന അമ്മായി അങ്ങ് പോയി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. എനിക്കങ്ങനെ പൊതുവേ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ വാങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാനേ താല്പര്യമുള്ളൂ. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിട്ടോ അവിടെ. ഇതുപോലത്തെ ഈ ലെഹങ്കയും പിന്നെ ഇതുപോലെ റെഡി ടു വെയർ ബ്ലൗസും അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് അങ്ങനെ നടന്നു കഴിഞ്ഞ് ഞാൻ തിരിച്ചു ഓട്ടോയിൽ കയറിയിട്ടാണ്. തിരിച്ച് വന്ന ഓട്ടോയിൽ ഭയ്യ കൂളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ ഹിന്ദി കേട്ടിട്ട് ഞാനേതോ നോർത്ത് ഇന്ത്യയിലെ കുട്ടിയാണെന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ, ഞാൻ മലയാളിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ അത്ഭുതമായി, നന്നായിട്ട് ഹിന്ദി പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെ ആക്കിയതാണെന്നാണ്, പക്ഷേ അല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ആ ചേട്ടനോട് കത്തിയും വെച്ച് ഞാനിങ്ങ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ശരി, ബായ്.